Uchu. The wheels on the bus go round and round, round and round, round and round. The wheels on the bus go round and round, all through the town. Up and down, up and down. The people on the bus go up and down, all through the town. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു ദിവസമായിരുന്നു പെട്ടെന്ന് മിച്ചു ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പെട്ടെന്നൊരു ചെറിയ മൂവ്മെൻറ്റ് കുറവ് പോലെ വന്ന് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് മിച്ചുവിനെ ഞങ്ങൾക്ക് കിട്ടിയത്. കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വെറും 550 ഗ്രാമേ ഉണ്ടായിരുന്നു മിച്ചു ഉണ്ടായപ്പോൾ. അതിൽ നിന്ന് ദൈവം ഒരുപാട് അനുഗ്രഹിച്ച് ഇപ്പോൾ കാണുന്ന ഈ മിച്ചുവായിട്ട് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നു. അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. ഞങ്ങൾ ഒരുപാട് ഹാപ്പി. Amen.
ഞങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷയുടെ ഉദാശിയായ മാമോദിസ സ്ഥാപിച്ച കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ ഭൗതിക ശരീരത്തിൽ അംഗമാകുന്ന ഈ കുഞ്ഞിനെ അങ്ങ് കടാക്ഷിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട എന്ന് അരുൾ ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം പ്രകടമാക്കി ഈശോനാഥ, ഈ ശിശുവിൻ്റെ നാമകേന്ദ്രയായ വിശുദ്ധന്റെ മാതൃകയനുസരിച്ച് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യം നൽകി ഈ കുഞ്ഞിനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർന്ന് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഞങ്ങളുടെ അമ്മയായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ യോഗ്യതകൾ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. Easy as pie, lemon, apple or cherry. Loving you is so very sweet, sweet, sweet. How can it be such a piece of cake? And your smile is the icing. Loving you is a party. It's sweet, sweet, sweet. How can it be? And you make my candy-coated heart melt when you take my hand and I am under your spell. Baby, I crave your affection when I stepped in sweet confection. Honey, you're my sugar. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസി അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിലും വീണ്ടും ജനിച്ച് പിതാവേ അങ്ങയെ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കുദാസി യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആത്മാവേ, നീ ഇതിനാകുലപ്പെടുന്നു, നീ ഇതിന് വിഷാദിച്ചുള്ളുന്നു, നീ ദൈവത്തെ ആശ്രയിക്കുക. ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദിസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗദി ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസി കുദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ?
പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് മുദ്രിതയായിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും ശബ്ദമുയർത്തി പാടിടുവിൻ, പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശംസിച്ചാൽ. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്. മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ യോഹന്നാനിൽ സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ ഈശോ പറഞ്ഞു, ഇപ്പോഴിത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയെ പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, സ്വർഗ്ഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശ്വരനെ ഇറങ്ങി വസിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ ആ മഹാരഹസ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുകയാണ് ഈശോയുടെ മാമോദീസ സമയത്ത്. ഓരോ മാമോദീസയുടെ സമയത്തും സംഭവിക്കുന്നതും ഇത് തന്നെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്താൽ ഓരോ വ്യക്തിയും പൂരിതരാവുകയും നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഇന്ന് 3 കൂദാശകളാണ് ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുക. മാമോദീസ, സ്ഥൈര്യലേപനം, പരിശുദ്ധ കുർബാന. മാമോദീസ എന്തിനു വേണ്ടിയാണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: ഈശോ മിശിഹായിൽ ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും ഈശോ മിശിഹായോട് ഒന്നായി തീരാനാണ് നാം മാമോദീസ സ്വീകരിക്കുന്നത്. അതിലൂടെ സംഭവിക്കുന്ന എന്താണ്? അവന്റെ മരണത്തോട് ഐക്യപ്പെടുകയും അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ശ്രീഹ തുടർന്ന് പറയുന്നു: ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തിരുന്നതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ഇപ്പോൾ മാമോദീസായിലൂടെ ഈശോയോട് ഐക്യപ്പെട്ട് അതുവഴിയായി അവന്റെ മരണത്തോട് ഐക്യപ്പെട്ട് അവനോടൊത്ത് സംസ്കരിക്കപ്പെടുകയാണ്. എന്നിട്ട് അവന്റെ മഹത്വത്തിൽ നാം ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു പുതിയ ജനനം മാമോദീസായില് സാധ്യമാവുകയാണ് എന്ന് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു. പാപത്തിന് മരിച്ച് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അപ്പോൾ പുതിയൊരു ജനനം നടത്തുക സഭയിലാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സഭയിലെ അംഗങ്ങൾ, സഭ നമ്മുടെ മാതാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. സഭയുടെ മക്കളായി ഒരു മാമോദീസായിലൂടെയും നമ്മൾ പിറന്നു വീഴുന്നു. നമ്മുടെ പാപത്തില് നമ്മൾ മരിച്ച് ജന്മപാപം മുഴുവൻ നീക്കം ചെയ്യപ്പെട്ട് കർമ്മപാപം ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് പുതിയൊരു ജനനം സഭയിലെ അംഗമായി നമ്മൾ തീരുന്നു. രണ്ടാമതായിട്ട് സ്ഥൈര്യലേപനം. ഈശ്വരസിഹായുടെ ഫലങ്ങളും ഈശ്വരസിഹായുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ്. മാമോദീസായിൽ ഈശ്വര രക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ വളരുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം. അതിന് നമ്മെ സഹായിക്കുന്നതാണ് സ്ഥൈര്യലേപനം. മൂന്നാമതായിട്ട് പരിശുദ്ധ കുർബാന. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ശാരീരിക വളർച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന്റെ ഭോജനമാണ് വിശുദ്ധ കുർബാന എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചവർ, പൂർണ്ണമായി വചനത്തോട് തന്റെ ജീവിതത്തെ ചേർത്ത് വെച്ചവർ, ഇപ്പോൾ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തെ എങ്ങനെ നയിക്കാമെന്ന് നോക്കിപ്പഠിക്കാനുള്ള വലിയ മാതൃകയാണ് ഈ വിനയസനത്തോളം എലിസബത്തിന്റെ ജീവിതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മാമോദീസായിൽ നമുക്ക് നൽകിയ വിശുദ്ധ നമുക്ക് നോക്കിപ്പഠിക്കാനുള്ള മാതൃകയാണ്. ഒപ്പം വിശ്വാസ ജീവിതത്തിൽ വളരാനായിട്ട് ഈ വിശുദ്ധന്റെ പ്രത്യേകമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കാനും ആ മാധ്യസ്ഥം എന്നും കൂടെയായിരിക്കുവാനും നമ്മൾ പരിശ്രമിക്കുന്നു. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി മാമോദീസ നൽകാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടേന്റെ കീഴിൽ ഒരാലയത്തിൽ ഒന്നിച്ചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഈ കുഞ്ഞിന് വേണ്ടി നമുക്ക്
നമുക്ക് ഒന്നുചേർന്ന് തിരുസഭയിലെ വിശ്വാസ പ്രഖ്യാപനം നടത്താം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികളുടെ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എല്ലാം സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോടുകൂടി സത്യദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സേവായുദ്ധപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുതുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെ രക്ഷിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന് പുറത്തുനിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. അതിന് ന്യായവും യുക്തവുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ തൈലത്തിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരിണാമത്തിനായി ആരാധ്യമായ തൃത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രന്റെ ഞങ്ങളുടെ രക്ഷകരമായ ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധിയും സർഗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനമായ മാമോദീസായിൽ അമർത്യതയുടെ അടയാളമാകുവാൻ ഈ തൈലം വിശുദ്ധ അമൂർവം കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തനാകുന്ന അങ്ങയുടെ ദാസനെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായുടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എലിസബത്ത് മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവേ ഈശോ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ആത്മാവിനാൽ ഇവനെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പദ്ധതിയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങയെ വിസ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രമിക്കാനും ഇവർ ശക്തയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം.
ചോദ്യത്തിന് മറുപടിയായി ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കുഞ്ഞിന് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പറയുക. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പാട്ട് പാടാം. പരിശുദ്ധാത്മാവേ നീഴുങ്ങൾ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെങ്ങൾ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുങ്ങൾ വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെങ്ങൾ ദൈവസ്നേഹം നിറയ്ക്കണേ. മാമോദീസായുടെ പൊതുജന്മവും വിശുദ്ധായുടെ മാമോദീസയിൽ അംഗത്വവും നിത്യജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. അപ്പ പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച എലിസബത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി എലിസബത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. My faith in Jesus Christ has led me here today. Yes, I'll be baptized just like Him, whose life shall be the way. Step by step, step by step, I'll follow Jesus Christ.
കർത്താവായ ദൈവമേ, പാപങ്ങൾ നീക്കുന്ന ദിവ്യജ്ഞാനായ ഈശോയുടെ തിരുശരീരങ്ങളാൽ ഈ ശിശുവിനെ അങ്ങ് കഴുകി വിശദീകരിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ വാഗ്ദാനം ഈ ദാസിയെ നിറവേറ്റതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകളെ വിശ്വാസിയുടെ കുട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. പരിശുദ്ധ കന്യകമറിയത്തിന്റെയും മാർഗ്ഗത്തിന്റെയും വിശ്വസ്തന്മാരുടെയും ഞങ്ങളുടെ പിതാവായ തോമാശ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകമറിയത്തിന്റെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതയായ വിശുദ്ധ എലിസബത്തിന്റെ ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപ്രേക്ഷിതയായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗസൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Outside it's cold. That wild wind, oh man, winter's on a roll. But if you could come a little closer, you could keep me warm, and we could leave our mittens in the drawers. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നെല്ലിക്കാട്ട് കുടുംബത്തിൻ്റെയും കാരക്കാട്ടിൽ കുടുംബത്തിൻ്റെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നീ ദൈവത്തിൻ്റെ കുട്ടിയാണ്, അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ്റെ ദൃഷ്ടിയിൽ നീ വളരെ പ്രിയപ്പെട്ടവളും വിലപ്പെട്ടവളുമാണ്. ദൈവം നിന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് അവൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നിന്നെപ്പോലെ മറ്റാരുമില്ല, കാരണം നീ ഒരു മിറാക്കിൾ ബേബിയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും അറിയാം, പക്ഷേ ചിലർക്കെങ്കിലും അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് മിറാക്കിൾ ബേബി എന്ന് പറഞ്ഞതെന്ന്. 2023 മാർച്ച് മാസം 4-ാം തീയതി കുഞ്ഞിന് അനക്കക്കുറവ് തോന്നിയപ്പോൾ ഹോസ്പിറ്റലിൽ പോയ രഞ്ജുവിനോടും ജിതിനോടും ഡോക്ടർ പറഞ്ഞു, ഫ്ലൂയിഡ് കുറവാണ്, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരികയാണ്, അതുകൊണ്ട് എമർജൻസി സിസേറിയൻ അത്യാവശ്യമാണ് എന്ന്. പിന്നെ നമ്മൾ അറിയുന്നത് രഞ്ജുവിനെ സിസേറിയന് കയറ്റി എന്നുള്ള കാര്യമാണ്. 6 മാസം പൂർത്തിയായി 7-ാം മാസത്തിലായിരുന്നു സിസേറിയൻ ചെയ്തത്.
ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ വിജയകരമായി ഓപ്പറേഷൻ നടത്തി 550 ഗ്രാം മാത്രം ഭാരമുള്ള കുഞ്ഞിനെ പുറത്തെടുത്തു. 2.5 മാസക്കാലം ഹോസ്പിറ്റലിലും ICUവിലും ഇൻക്യുബേറ്ററിലുമായിരുന്നു അവൾ. എല്ലാവരുടെയും നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും സർവശക്തനായ ദൈവത്തിൻ്റെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും അനുഗ്രഹത്താലും ഹൈ പ്രോട്ടീൻ ഹൈ കലോറി ഫുഡിലൂടെയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി ഇന്ന് അവൾ മാമോദിസ മുങ്ങി 1-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. ഈ അത്ഭുത ശിശുവിനെ നമുക്ക് വിളിക്കാം മിഖായേല ജിതിൻ എന്ന്, നമ്മുടെ എല്ലാം സ്വന്തം മിച്ചുക്കുട്ടി. നമുക്ക് ഈ സ്ക്രീനിൽ അവളുടെ ഇതുവരെയുള്ള സ്ക്രീൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഇതുവരെയുള്ള ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മളിതിൽ കാണിക്കുന്നതാണ്. ജിതിൻ്റെ മമ്മിയും വല്യമ്മച്ചിയും അതുപോലെ തന്നെ ശരണി ചേച്ചി, ചേട്ടായി, അച്ഛൻ, അമ്മച്ചി, റിയ എല്ലാവരും സ്റ്റേജിലേക്ക് വരിക. We have fallen down again tonight. In this world it's hard to get it right. Trying to make your heart feel like a glove. What it needs is love, love, love. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. The heart that still feels pain. Darkness drains and light will come again. Swing open up your chest and let it in. Just let the love, love, love begin. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody wants to love. Everybody wants to be loved. Oh, 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 oh. Everybody knows the love. Everybody holds the love. Everybody falls for love. Everybody feels the love. Everybody steals the love. Everybody heals with love. Everybody wants to love. Everybody wants to be loved. Oh, oh, oh. Just let the love, love, love begin. Everybody wants to love. Everybody wants to be loved. Oh, oh, oh. Just let